ഹലോ കൂട്ടുകാരെ, ഇതാ ഇന്ന് നമ്മുടെ അടുക്കളയിൽ നിന്നല്ല, അടുക്കളയുടെ പുറകിൽ നിന്നാണ് കേട്ടോ തുടങ്ങണത്. അപ്പൊ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പൊ ഞാൻ കരുതി രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുപ്പാട് തന്നെ പുറകുവശത്ത് നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പുറകുവശമൊക്കെ ഒന്ന് അടിച്ച് മെനയാക്കാന്ന് ഓർത്തു. അപ്പൊ ഞാൻ എന്താ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, പല്ല് തേച്ച് നേരെ പുറകിലേക്ക് വന്നാണ്. ഒരു അവധി ദിവസമാണ്. അപ്പൊ എനിക്ക് മണ്ണിൽ നിന്ന് എന്തോ കിട്ടി എന്നാ നമ്മളുടെ പഴയ ഒരു കൊലുസാണ് വെള്ളിയുടെ. അപ്പൊ ഞാനതെടുത്ത് ആ മരത്തിൽ കൊരുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ചത് ചെമ്മിപ്പുളിയുടെ മരത്തിന്റെ ഇല ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ട്. അത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ ഇലയൊക്കെ പൊഴിയണ ഒരു സീസണാന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇനി മഴയത്ത് കാറ്റത്തൊക്കെ പോണതാണോന്നും അറിയില്ല. അപ്പൊ അങ്ങനെ അവിടെ ഒരു ചെറിയ പ്ലാവും ഒരു കവുങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അടിച്ചൊതുക്കി ഒരു വശത്തേക്ക് ആക്കിയിട്ടു. അപ്പൊ അതാ എൻ്റെ അടിക്കുന്ന ഒച്ചയൊക്കെ കേട്ടിട്ട് ജോക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ മോൾ എണീറ്റിട്ടില്ല കേട്ടോ. ഇന്നൊരു അവധി ദിവസമാണ്, സ്കൂളില്ല. അപ്പൊ ഞാൻ എന്താ രണ്ടുപേരല്ല, അവൻ മാത്രമേ എണീറ്റ് വന്നിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചു നേരം അവനിങ്ങനെ എടുത്ത് പുന്നാരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇരിക്കണതാണ് കേട്ടോ നമ്മൾ മേടിച്ച പച്ചക്കറി തൈയും. പിന്നെ നമ്മൾ ആ ഷോർട്സിൽ കാണിച്ചില്ലേ, നമ്മൾ പുതിയൊരു അടപ്പ് മേടിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പൊ ജോക്കുട്ടിന് ഓരോ കഥ പറയാണ്. വെറുതെ വേളാങ്കണ്ണി പോയിട്ട് വരാൻ, താമസിച്ചെടുത്ത് പോയിട്ട് താമസിക്കാൻ, ട്രെയിനിലൊക്കെ പോകാനല്ലേ. ഒരു വീടില്ലേ, നമ്മളെ വീട്, ആ വീട് കേട്ട് കുറച്ച് 2 ദിവസം നിന്നിട്ട് പോവാം. എവിടെ? വേളാങ്കണ്ണിയിൽ നമ്മൾ നിന്ന വീട്ടിൽ. വീട്ടിലല്ല, ഇങ്ങോട്ട് വാങ്ങണം. ആ വീട്ടില് വന്നിട്ട് ഇങ്ങോട്ട് വരൂലേ അമ്മ, അങ്ങനെ വന്നു. ഓട്ടോറിക്ഷ പോണം. അമ്മ ചേച്ചിയുടെ സൈക്കിൾ മാത്രം ഉണ്ടോ? മേടിയില്ലാട്ടോ. ചേച്ചിയുടെ സൈക്കിൾ മേടില്ല, സൈക്കിൾ ശരിയാക്കണം. അപ്പൊ ഇതാ എനിക്ക് വേറെ അധികം വലിയ പണിയൊന്നുമില്ല വൈകുന്നേരത്തേക്കല്ല. ഉച്ചക്കത്തേക്ക് കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇനി ഒന്ന് വൈകുന്നേരം എന്തെങ്കിലും കൊണ്ടുവന്നാൽ വെച്ചാൽ മതി. അപ്പൊ ഞാൻ തലേ ദിവസം അലക്കിയിട്ട തുണിയൊക്കെ ഇതാ മഴ കാരണം അങ്ങോട്ട് മുഴുവനായിട്ട് ഉണങ്ങാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കുകയാണ്. ഇപ്പോഴും ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒത്തിരി വെയിൽ കാണുമ്പോൾ തന്നെ വീട്ടമ്മമാരൊക്കെ തുണിയൊക്കെ എടുത്ത് പുറത്ത് വെക്കും. അപ്പൊ ഇതാ എനിക്ക് എന്റെ വേഷമൊന്നും നോക്കട്ടെ കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുള്ള കൂതറ കോലാണ്. അപ്പൊ ഞാൻ എന്താ കുറച്ചു നേരം കുട്ടനെ ഇരുത്തി കളിപ്പിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു, എടാ ഇന്ന് ക്ലാസ് ഉണ്ടെടാ, കളക്ടർ അവധിയൊന്നും പറഞ്ഞിട്ടില്ലടാന്ന് പറഞ്ഞു. അത് കേട്ടത് അവൻ പിന്നെ നൂലുവിളിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ തമാശയ്ക്ക് അവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്, കണ്ണാ അന്ന് ക്ലാസ് ഉണ്ട്, കുട്ടികൾ പോണ കണ്ടില്ലേന്ന് പറഞ്ഞു. അത് കേൾക്കാത്ത പാടി അവൻ എന്താ ഗേറ്റിന്റെ അവിടേക്ക് ഓടി നോക്കിയപ്പോഴത്തേനും ഒരു കുട്ടി നടന്നു പോകുന്നത് കണ്ടത്. ട്യൂഷനായിട്ടേ പോയിട്ട് പോണതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കണ്ടത്. ഇവൻ തുടങ്ങിയില്ല കരച്ചില്, ഭയങ്കര കരച്ചിലായിരുന്നു. ഇവരല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് കുറച്ച് മടിയുണ്ട്. അപ്പൊ ഇതും കൂടെ ആയപ്പോ പൂർത്തിയായി. എന്തിനാ കരയണ? അമ്മ ചുമ്മാ പറ്റിച്ചതല്ലേ, അമ്മ പറ്റിച്ചതാടാ. അങ്ങോട്ട് വാടാ, വാ കരയണ എന്തിനാണ്? കരയണ്ട, വാ, വെറുതെ പറഞ്ഞതാണ്. വാ, നമ്മുടെ മോനല്ലേ. ഇത്ര ഉള്ള അപ്പുക്കുട്ടൻ. നമ്മുടെ ജോക്കുട്ടിന് ഇത്ര ഉള്ള നമ്മുടെ ജോക്കുട്ടിന് ഇത്ര ഉള്ള പുന്നാരെ നമ്മുടെ പുന്നാരെ കണ്ണുടക്കും. നമുക്ക് കടയിൽ പോയിട്ട് വരാം. കടയിൽ പോയിട്ട് കുറച്ചൊന്ന് പൂരി മതിയില്ലേ? പൂരി മാത്രം. ഇങ്ങോട്ട് നോക്കി മാറിയോ സങ്കടം? കരയല്ലട്ടാ, കടയിൽ പോയിട്ട് വരാം നമുക്ക്. അങ്ങനെ അവനെ സമാധാനിപ്പിച്ച് കടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പാലും ചപ്പാത്തിയൊക്കെ മേടിച്ചിട്ട് വന്നു. ആദ്യം പൂരി ഉണ്ടാക്കാമെന്നാണ് ഓർത്തത്, പിന്നെ ഞാനത് മാറ്റി. കാരണം നമുക്ക് എണ്ണ കുറവാണ്. അപ്പം ഞാൻ അതുകൊണ്ട് പൂരി എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഞാൻ ചപ്പാത്തി ആക്കി. അതൊക്കെ ബാത്റൂമിൽ വെച്ചൊക്കെ ആലോചിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിള്ളേരെ പിന്നെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചപ്പാത്തി കഴിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ ആ കൂതറ കോലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് വൃത്തിക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് മാതിരി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ ഏട്ടനും മക്കളൊക്കെ പോയ ശേഷം കുളിക്കും. അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിത്തേച്ച് കഴുകി ക്ലിയർ ആക്കി വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട ശേഷം കുളിക്കും. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് മീനിൽ തൊട്ടിട്ടുള്ള പണിയൊന്നുമില്ല. നോൺ വെജ് ഒന്നും എനിക്ക് വെക്കാനില്ല. കറിയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. വൈകുന്നേരം എന്തെങ്കിലും കറിക്ക് മേടിച്ചാലും ഇല്ലെങ്കിലും കറി ഉണ്ട് നമുക്ക് രാത്രിത്തേക്ക്. അപ്പം അങ്ങനെയുള്ള പൊല്ലാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ കുളിക്കലും ഒരുങ്ങലും ഒക്കെ കഴിഞ്ഞു. ഒരുങ്ങലൊക്കെ വെറും ഒരുങ്ങലാണ് കേട്ടോ. ഇച്ചിരി പൗഡറും ഇച്ചിരി കൺമഷി ഒരു പൊട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുങ്ങൽ കഴിഞ്ഞു.
അപ്പൊ ഞാൻ എന്താ രാവിലെ കിച്ചണിൽ വന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ നേരെ നമ്മൾ പറഞ്ഞല്ലോ ജോക്കൂട്ടിന് ഞാനും കൂടി പോയിട്ട് പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാച്ചാൻ വേണ്ടി വെക്കുകയാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അവിടെ കാച്ചി വെക്കുന്നുണ്ട്. ഞാനപ്പോ ഇന്ന് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. എല്ലാ ദിവസവും ചായയാണല്ലോ കൊടുക്കണേ. പാല് കുടിക്കാൻ പൊതുവെ മടിയാണ് കേട്ടോ. അവനിങ്ങനെ മൂക്കൊക്കെ അടച്ചു പിടിച്ചിട്ടൊന്ന് വിഷം കുടിക്കണ മാതിരിയാണ് പാലൊക്കെ കുടിക്കണത്. അപ്പൊ ഞാൻ കരുതി ഇന്നതാ ചപ്പാത്തിയാണെന്ന് പറഞ്ഞല്ലോ, കുട്ടികൾക്ക് എന്തായാലും ചപ്പാത്തിയുടെ കൂടെ സോസ് മതി. അപ്പൊ ഞാനിപ്പോ പാല് മേടിക്കാൻ പോയപ്പോ സോസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സോസ് മതി. പിന്നെ അന്നമോൾക്ക് ഞാൻ കുറച്ച് കറിയും കൂടി കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി കിഴങ്ങ് കറിയാണ്. കിഴങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ കിഴങ്ങ് കറി. സാധാരണ ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങിലൊക്കെ മുള വന്നിരിക്കണം. അപ്പൊ മുള വന്ന് ഉരുളക്കിഴങ്ങ് പൊതുവേ നമ്മൾ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ ഫ്രിഡ്ജൊന്ന് തപ്പിയപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കപ്പ കഷ്ണം, ഒരു കൊള്ളി കഷ്ണം കിടപ്പുണ്ട്. അപ്പൊ അത് ഞാൻ നന്നാക്കി എടുക്കുകയാണ്. അപ്പൊ ജോക്കൂട്ടൻ വർത്താനം പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവനെ മേളിൽ പിടിച്ചിരുത്തിയതാണ്. കാരണം അങ്ങോട്ട് കിടക്ക് ഓടി നടക്കും. പിന്നെ ഈ കൈപ്പാത്രമൊക്കെ വെക്കുമ്പോൾ എനിക്ക് പേടിയാണ്, വന്ന് തട്ടുമെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അവിടെ പാലൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അന്നമോൾ എണീറ്റ് വന്നോട്ട് ഇവന്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേ അപ്പൊ അവളിതാ പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി മിടുക്കത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ട്യൂഷൻ രാവിലെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി കിടന്നോന്ന് പറഞ്ഞില്ല. സാധാരണ അവധി ദിവസമാണെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നോന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ട്യൂഷൻ രാവിലെ ആയതുകൊണ്ട് ഞാൻ കിടന്നോന്നൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും എണീറ്റ് അടുക്കളയിൽ വന്നിരിപ്പുണ്ട്. എന്തൊക്കെയോ കളിക്കുകയാണ്, എന്തൊക്കെയോ പുതിയ തരം കളി, സ്റ്റോൺ പേപ്പർ സിസർ പോലത്തെ എന്തൊക്കെയോ ഒരു കളികളൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് കപ്പയൊക്കെ കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കറി പോലെ ആക്കി എടുക്കാനാണല്ലോ. അത് നേരെ ഞാൻ കുക്കറിലേക്ക് ആക്കി കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട്, ഞാൻ ഓർക്കാണ്ട് പച്ചമുളക് ഇട്ടിട്ടോ. എന്നിട്ട് ഞാൻ എടുത്തു. ഞാൻ പിന്നെയാണ് ആലോചിച്ചത്, അയ്യോ ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാനുള്ളതല്ലേ എന്ന് ആലോചിച്ചത്. അപ്പൊ ഞാൻ ഇട്ട കപ്പയല്ല പച്ചമുളകൊക്കെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ തോണ്ടി എടുത്ത് മാറ്റിയിട്ട് ആ കുക്കറൊക്കെ അടച്ച് വിസിലൊക്കെ ഇട്ട് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ കപ്പ അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ എന്താ ഇളക്കണേന്നോ, ഞാൻ പറഞ്ഞല്ലോ കറി നമുക്ക് ഉച്ചക്കത്തേക്ക് ഉണ്ടെന്ന്. അപ്പൊ ചെമ്മീനും മങ്ങയും കൂടി ചാറ് വെച്ച ആ കറിയാണ് അവിടെ ഇരിക്കണം. പിന്നെ ഒരു പപ്പടവും കാച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് നമുക്കത് ധാരാളമാണ്. പിന്നെ വേറെ കുറച്ച് അല്ലറ ചില്ലറ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ഇങ്ങനെ എടുത്ത് തീർക്കണമല്ലോ. നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് തീർക്കാന്ന് ഓർത്തിട്ടാണ് ഇന്നിപ്പോൾ അങ്ങനെ അധികം വലിയ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ക്ലീനിങ്ങിന് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത പുറകിലൊക്കെ പോയി ഒന്ന് ക്ലീൻ ചെയ്തത്. അപ്പം നമുക്ക് കപ്പക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ജോക്കൂട്ടൻ വന്നിട്ട് അവനിങ്ങനെ, ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ അവനിങ്ങനെ കുറേ വിശേഷങ്ങൾ വന്ന് പറയും കേട്ടോ. അന്നമോളും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ രണ്ടുപേരും കൂടി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചൊറിയുമ്പോൾ ഞാൻ പറയും പൊയ്ക്കോ, പോയി TV വെച്ച് കണ്ടോ എന്ന് പറയും. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ കുറേ നേരമൊക്കെ ഇരുത്തും. പിന്നെ ഇടി വീട് രണ്ടുപേരും കൂടി. ഇവൻ ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. ഇവൻ ഇങ്ങനെ എന്തെങ്കിലും ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ തോണ്ടിയും ചിക്കിയൊക്കെ ഇരിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിയാവും. തമാശക്കാണ്. അപ്പൊ തന്നെ നമ്മളോർക്കും ഭയങ്കര പ്രശ്നമാണ്. 10 മിനിറ്റിനുള്ളിൽ ഇവർ തമ്മിൽ സെറ്റാവും. അങ്ങനെയാണ് എൻ്റെ മക്കൾ നല്ല എല്ലായിടത്തും ഈ ചേച്ചി അനിയനും അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഒറ്റമോളായിട്ട് വളർന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ മക്കളുടെ ഒരു ഇത് കാണുമ്പോഴാണോ ഇങ്ങനെയാണല്ലേ, നമുക്ക് സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എൻ്റെ വയസ്സം കുക്കറിൽ നിന്ന് ഞാൻ കപ്പ പുഴുങ്ങിയത് എടുക്കുകയാണ്. നമ്മുടെ പൈപ്പ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക. അതിൻ്റെ സ്ക്രൂവും പിരിയൊക്കെ വിട്ടിരിക്കുകയാണ്. എന്നാണോ ജലബോംബ് പോലെ പൊട്ടിത്തെറിച്ച് അടുക്കള മുങ്ങാൻ പോണേന്ന് അറിയില്ല. അപ്പം ഞാൻ കപ്പയൊക്കെ അതിൻ്റെ ആ ഒരു കട്ട് വെള്ളമൊക്കെ മാറ്റി ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കപ്പ നമുക്ക് താളിച്ചെടുക്കണമല്ലോ, കറിയാക്കി എടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും വേപ്പല ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി, എനിക്ക് കറിയൊക്കെ കുഴന്നിരിക്കണേലും കുറച്ചൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ വേണം. നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി പരിപ്പോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉഴുന്നോ ഒക്കെ വേണം. അപ്പൊ ഉഴുന്നും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളെ സവാള, കനം കുറച്ചെറിഞ്ഞ സവാള, അതുപോലെ തന്നെ പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ ഈ കറിക്ക്. വേറെ പിന്നെ വറ്റൽമുളകിൻ്റെ ഒരു ഫ്ലേവറും. വറ്റൽമുളകിന് പിന്നെ പൊടിച്ചിട്ടിടാത്തത് കൊണ്ട് അത്രയ്ക്ക് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഇട്ടില്ല, കുറച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഓൾറെഡി കപ്പ വേവിച്ചിരിക്കണേ. അതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സവാള ഭയങ്കരമായിട്ടൊന്നും വാടണ്ട കേട്ടോ, ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. ഒരു മുരുമുരാന്നൊന്നും ആവണ്ട, ഒന്നൊന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ടേക്ക് നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഒരു ഇളക്കലായിരുന്നു. വിചാരിച്ച പോലെ കപ്പ വെന്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ സ്പൂണല്ലല്ലോ എന്താ പറയുക, കയ്യിൽ വെച്ചിട്ട് കുത്തി അങ്ങോട്ട് ഉടച്ചു കൊടുത്തു. പിന്നെ ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇതായിക്കോളും. നല്ല കുഴന്നുള്ള കപ്പക്കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കപ്പക്കറി
നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, പൂരിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ അങ്ങനെ പയ്യെ ഒന്ന് ഉടച്ചു കൊടുത്ത് കപ്പക്കറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഇതാ പാക്കറ്റ് ചപ്പാത്തിയാണ്. ഇതൊരു സീരിയൽ നടനല്ലേ? ഇത് ഈ പുള്ളിക്കാരൻ്റെ ആണോ ഇതിൻ്റെ കമ്പനി? അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പണ്ടത്തെ മാനസപുത്രിയിലൊക്കെ സീരിയലിലും ഉണ്ടായിരുന്ന അമ്മയുടെ കൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അങ്ങനെ ദാ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചപ്പാത്തിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജോക്കൂട്ടൻ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കണ്ണും മൂക്കുള്ള ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാ ഉണ്ടാക്കാം. എന്താ ചെയ്യണേ, നമ്മുടെ ഈ വെളിച്ചെണ്ണ കുപ്പിയുടെയൊക്കെ മൂടി എടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കും. അങ്ങനെ ദാ 2 വട്ടത്തിൽ കണ്ണും പിന്നെ കത്തി എടുത്തൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പൊട്ട മൂക്കും ഉണ്ടാക്കും. ഇപ്പോൾ അതിൻ്റെ താഴെ കത്തിയും കൊണ്ട് ഇങ്ങനെ വായ പോലെ ഇങ്ങനെ മുറിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഒരു കോക്കായിനെ പോലെ ഉണ്ടല്ലേ, മുഖം കോടിയിരിക്കുന്ന ഒരു കോക്കായിനെ പോലെ ഉണ്ട്. അപ്പം അതാ ചപ്പാത്തി അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആദ്യത്തെ ചപ്പാത്തിയല്ലേ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ കരി പോലെ ആയാലോ എന്ന് ഓർത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താണ്. കണ്ടില്ല, ശരിക്കും ഒരു മുഖം പോലെ ഉണ്ടല്ലേ. നമ്മൾ ഈ അമ്പിളി അമ്മാവനെയൊക്കെ വരക്കത്തില്ലേ കുഞ്ഞിലെ കണ്ണ് മൂക്കൊക്കെ ഇട്ട്, അതുപോലെ ഉണ്ട്. ഇപ്പം മൊരിഞ്ഞു വരുമ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം ഇത് കണ്ടോ, കുറച്ച് ചരിഞ്ഞു പോയിട്ട് കുറച്ചുകൂടി വൃത്തിക്ക് മുറിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് ഈ കലയിൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. ഞാനിത് ശരിക്കും ചപ്പാത്തി കഴിക്കാൻ മടിയായതുകൊണ്ട് നമ്മുടെ ഒരു സിനിമയിലെ മഞ്ജു വാര്യർ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കത്തില്ല ഇങ്ങനെ. അപ്പം അത് കണ്ട ശേഷമാണ് ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ആ കണ്ണിലും മൂക്കിലും വായിലൊക്കെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കും. അപ്പം അത് കാണുമ്പോൾ കഴിച്ചോളും. സോസ് അത്രയ്ക്ക് നല്ലതല്ല എന്നറിയാം, എന്നാലും വല്ലപ്പോഴും ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്കും അതിൻ്റെ രുചിയൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം അന്നമോള് പറഞ്ഞു, അന്നമോൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അവൾക്കും അത് തന്നെ സോസും കൂട്ടി കഴിക്കാനേ ഇഷ്ടം. എന്നിട്ട് ഞാൻ ഒരു കയ്യിൽ കപ്പക്കറി അവൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാലാണ് ഞാൻ കൊടുക്കുന്നത്. ചായയൊന്നും ഞാൻ ഇട്ടില്ല, കട്ടൻ ചായ ഇട്ടു രാവിലെ. പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം 9-9:30 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 10 മണിക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് പോയി ഇരുന്ന് കഴിക്കാനുള്ള നേരം ഉണ്ടായില്ല. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കസേര എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് ഞാനും എൻ്റെ മക്കളും കൂടി ഒന്നിച്ചാണ് കഴിച്ചത്. പപ്പ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടുണ്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാണ്. പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ 10 മണിയായപ്പോഴത്തേനും എൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒരാൾ ബുക്ക് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പിന്നെയും പോകുന്ന സീനാണ് കേട്ടോ. അപ്പോൾ ജോക്കൂട്ടനൊക്കെ വരികയാണ്. അപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസം ആ വീഡിയോയിൽ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പം എൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.